സ്വപ്ന നിറവേറ്റത്തിന് തടസ്സമാവുന്ന ഒരേ ഒരു കാര്യം അത് നടക്കുമോ എന്നുള്ള ഭയമാണെന്നാണ് പൗലോ കൊയ്ലോ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഭയത്തെ മാറ്റി നിർത്തി സ്വപ്നത്തിലേക്ക് നമുക്ക് ഒരുമിച്ച് മുന്നേറാം. ഇത് സ്ത്രീ വിജയത്തിന്റെ റെഡ് കാർപ്പറ്റ്. സോ ലെറ്റ്സ് ബിഗിൻ ദി ഷോ. ദിസ് ഈസ് റെഡ് കാർപ്പറ്റ്. റെഡ് കാർപ്പറ്റിൽ ഇന്ന് ഒരുപാട് പുതിയ വിശേഷങ്ങൾ നമ്മളോട് പങ്കുവെക്കാനായിട്ട് രണ്ട് യുവ താരങ്ങളാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. സോ വളരെയധികം സ്നേഹത്തോടെ രണ്ടുപേരും സ്വാഗതം ചെയ്യാം. ഭഗത് മാനുവൽ ആൻഡ് വൈഗ. ഒരു വിജയുടെ ഒരു ആറ്റിറ്റ്യൂഡ് പോലെ എനിക്ക് തോന്നി. എന്താ അങ്ങനെ? അതെന്താ എനിക്ക് അങ്ങനെ തോന്നാൻ കാരണം? സാധാരണ അങ്ങനെ തോന്നേണ്ടതല്ല. ഇന്റർവ്യൂ കണ്ടിട്ടായിരിക്കും. എന്താന്നറിയില്ല, അതായത് ആ സ്റ്റെപ്പ് ഇറങ്ങി വന്ന് ഒരു നടത്തം നടന്നില്ല. അപ്പൊ എനിക്ക് ശരിക്കും വിജയ് സാർ നടന്നു വരുന്ന പോലെ തോന്നി. ഞാൻ പറയണ എല്ലാം ചെയ്തോളാം കേട്ടല്ലോ. അപ്പൊ വെൽക്കം ടു റെഡ് കാർപ്പറ്റ്. വെൽക്കം ടു റെഡ് കാർപ്പറ്റ്. അങ്ങ് ചെന്നൈയിൽ നിന്ന് ഞങ്ങൾ വളരെയധികം കഷ്ടപ്പെട്ട് ഒരാളെ ഇവിടെ എത്തിച്ചിരിക്കുകയാണ്. കൂടുതൽ വിശേഷങ്ങളൊക്കെ അറിയാൻ കുറേ വിശേഷങ്ങൾ നിങ്ങൾക്ക് രണ്ടുപേർക്കും പറയാനുണ്ടെന്ന് അറിഞ്ഞു. അപ്പം എല്ലാം നമുക്ക് വിശദമായിട്ട് പറയാം. ഇടയിൽ ഗെയിം ഉണ്ടാവും, പാട്ട്, ഡാൻസ്, അങ്ങനെ അല്ലറ ചില്ലറ കലാപരിപാടികൾ. റെഡി വിജയ് സാർ? റെഡി. അപ്പൊ വൈഗ, ഭഗത്, നമുക്ക് തുടങ്ങാം അല്ലേ? അംഗം കുറിക്കാം. പുതിയ കുറേ വിശേഷങ്ങൾ ഞാൻ ആദ്യം തന്നെ പറഞ്ഞല്ലോ. അതിലൊരു വിശേഷം ഇവിടെ അജു വന്നപ്പോൾ പറഞ്ഞു, ഇങ്ങനെ നിങ്ങൾ ഒരുമിച്ച് ചേർന്ന് ഭഗത് ഡയറക്റ്റ് ചെയ്യുന്നു, അജു അഭിനയിക്കുന്നു, അങ്ങനെ ഒരു സംഭവങ്ങളൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കണു എന്നൊക്കെ. സോ അതിലേക്കുള്ള എവിടം വരെയായി? അതിന്റെ എവിടെയാണ് ഇപ്പൊ എത്തി നിൽക്കുന്നത് ആ യാത്ര? അവൻ പറഞ്ഞു ഭഗത് എഴുതി, അജുവിനെ എന്നെ അഭിനയിപ്പിക്കാൻ നായകനായിട്ട് വിളിച്ചു, ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ നടക്കുന്നതെന്ന് പറഞ്ഞു. എഴുത്ത് പൂർത്തിയായോ? കഴിഞ്ഞു, പരിപാടികളെല്ലാം കഴിഞ്ഞു. ഇനിയിപ്പോ ഷൂട്ട് സ്റ്റാർട്ട് ചെയ്യാനുള്ള അത്രേ ഉള്ളൂ. അപ്പൊ ഒരു ഡയറക്ടർ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്നു എപ്പോഴാണ് തിരിച്ചറിഞ്ഞത്? കൊറോണ സമയത്താണോ തിരിച്ചറിഞ്ഞത്? കൊറോണ പിടിച്ചപ്പോഴാണ് തിരിച്ചറിഞ്ഞത്. പട്ടിണി കിടന്നപ്പോഴാണ് അപ്പോഴാണ് തിരിച്ചറിഞ്ഞത്. അപ്പൊ ആദ്യം തന്നെ മനസ്സിൽ വന്നത് അജുവിനെ വെച്ചിട്ട് തന്നെ ചെയ്യാം എന്ന് തന്നെയാണോ? അതെയോ കഥയ്ക്ക് അനുയോജ്യമായ ആളെന്നുള്ള രീതിയിലാണോ? ഈ സബ്ജക്റ്റിന് ഹീറോ എന്ന ഒരാളല്ല ഉള്ളത്, കുറെ ആളുകളുണ്ട്. അപ്പൊ ആ കൂട്ടത്തിൽ ഒരു മെയിൻ ലീഡ് ക്യാരക്ടർ അജു പ്ലേ ചെയ്യുന്നു. അതിന് കൂടെ നമ്മളൊരു ഞാൻ ചെയ്യുന്നുണ്ട്. എന്റെതല്ല, എന്റെ ക്യാമറ ചെയ്യുന്നുണ്ടോ? ഇല്ല, സുഖമായിട്ടാണ് ചെയ്തത്. അപ്പൊ അതിന്റെ ഒരു സന്തോഷത്തിലാണ്. ആ ഒരു മാറ്റമാണ് മൊത്തത്തിൽ, ഒരു ഹെയർ സ്റ്റൈലും ഒക്കെ ഒരു മാറ്റം. ഒരു ഡയറക്ടർ ആവണമെങ്കിൽ ഇങ്ങനെ വേണമെന്ന് ആരെങ്കിലും പറഞ്ഞു? ഒന്നുമില്ല, പടത്തിൽ എന്നോട് റോണക്സ് പറഞ്ഞു നീ ഇത് മുടി നീട്ടിക്കൊള്ളാൻ പറഞ്ഞു. ആ ക്യാരക്ടറും കൂടി ഉണ്ടല്ലോ അല്ലേ? പിന്നെ ഇതുവരെ ഇല്ലാത്ത ഒരു മുടി നീട്ടിയിട്ടില്ല. അതെ, നമ്മൾ കാണുമ്പോഴൊക്കെ ഒരു കുട്ടപ്പനായിട്ടാണ് ഇരിക്കുകയാണ്. ഭ്രാന്തമായ ആലോചനയാണ്. ശരി, അപ്പൊ അതൊക്കെയാണ് പുതിയ വിശേഷങ്ങൾ. അതിന്റെ ഇടയിൽ ഇവിടെ നിന്ന് പണ്ട് അന്ന് വന്നപ്പോ അജു ഒരു പണി തന്നിരുന്നു, വിളിച്ചിരുന്നു. സംഭവം അത്രേ ഉള്ളൂ. ഞാനിപ്പോ ഇന്നൊരു പ്രൊഡ്യൂസറെ കണ്ടു. ഓക്കെ, അപ്പം ഒരു സിനിമ സംവിധാനം ചെയ്യാൻ അവർ എന്നോട് ആവശ്യപ്പെട്ടു. അപ്പം നമ്മുടെ പടത്തിന്റെ ഡേറ്റിൽ എനിക്ക് ഡേറ്റ് ഉണ്ടാവില്ല. ഓക്കെ, അത് പറയാനാ വിളിച്ചത്. നിന്റെ അഭിപ്രായം എന്താ ഞാൻ സംവിധാനം ചെയ്യുന്നതിനെ കുറിച്ച്? ഇപ്പം ആണല്ലേ? എന്നാ ചെയ്യാം. പക്ഷെ പ്രശ്നം എന്ന് വെച്ചാൽ അതുകൊണ്ട് നിന്റെ സിനിമ നടക്കൂല, അതൊരു കുഴപ്പമാണ്. ഇപ്പം ഞാൻ സംവിധാനം എന്ന് പറഞ്ഞ് പോകുമ്പോൾ ഒരു 3-4 മാസം എന്താണേലും മാറ്റി വെക്കണമല്ലോ, നാച്ചുറലി. വിളിച്ചപ്പോ തോന്നിയോ ഇതിങ്ങനെ പ്രാങ്ക് കോൾ ആയിരിക്കും തോന്നിയോ? അത് അജു പറഞ്ഞത് ഞാൻ ഡയറക്റ്റ് ചെയ്യാൻ പോവാണ്, സോ നിന്റെ സിനിമയിൽ അഭിനയിക്കാൻ സമയമില്ല എന്നാണല്ലോ പറഞ്ഞത്. അപ്പൊ കേട്ടപ്പോ എന്താ തോന്നിയേ? ആ ഫ്ലാറ്റിൽ നിന്ന് താഴേക്കെടുത്ത് പക്ഷെ സൗണ്ടില്ല, പതർച്ച ഉണ്ടായിരുന്നില്ല, കാണിക്കില്ല. പക്ഷെ അങ്ങനെ അത്ര വേദനിച്ചു, ഒരു വാക്കിൽ അത്ര വേദനിച്ചു അല്ലേ? നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ പെട്ടെന്ന് തന്നെ ബാക്ക് ചെയ്യാന്ന് പെട്ടെന്ന് സഹിക്കാൻ പറ്റില്ല, പ്രതീക്ഷകൾ സഹിക്കുക. അപ്പൊ ഞങ്ങൾ പറഞ്ഞിട്ടാണ് സത്യത്തിൽ അജു അങ്ങനെ പറഞ്ഞത്. എനിക്ക് അജു എന്നല്ല, എനിക്ക് ഒരാളെ ഇഷ്ടപ്പെട്ട് അവരെ നമ്മുടെ കൂടെ ഉണ്ട്, പെട്ടെന്ന് നമ്മുടെ അടുത്ത് നിന്ന് മാറിപ്പോയി കഴിഞ്ഞാൽ എനിക്ക് സഹിക്കാൻ പറ്റില്ല. അതെനിക്ക് എന്റെ സ്വഭാവത്തിലുള്ളൊരു കാര്യം. അതെ. വൈഗ അതായത് ഞാൻ പറഞ്ഞു ചെന്നൈയിൽ നിന്നാണ് ഇപ്പൊ വരുന്നത്. ഇടയ്ക്ക് ഇവിടെ കാണുന്നു, ഇടയ്ക്ക് ചെന്നൈ പോകുന്നു. അപ്പൊ അവിടത്തെ ഫുൾ തിരക്കാണ്. അഭിനയം, ആങ്കറിങ്, സ്റ്റേജ് ഷോ, അതുപോലെ മോഡലിംഗ്. എന്താണ് ചെന്നൈ വിശേഷങ്ങൾ? അവിടെ നിന്ന് വിട്ടുപോരാൻ മനസ്സിലായി. ഏതെങ്കിലും ഒരു പണിയിൽ സെറ്റ് ആവുമെന്ന് എല്ലാം ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നതാ. അല്ല, അവിടെ ഫാമിലി ആയിട്ട് സെറ്റിൽഡായി. ഇനി എനിക്ക് അറിയില്ല
തിരിച്ചിങ്ങോട്ട് വരാനുള്ള പ്ലാൻ ഇപ്പത്തേക്കില്ല. ഇല്ല. ചേച്ചി കല്യാണം കഴിച്ച് അവിടെ സെറ്റിൽ ആവുകയും Settle ആയി. അപ്പൊ ചെയ്തു. ചേച്ചി നിങ്ങള് വിടുന്നില്ല. വിടുന്നില്ല. അപ്പൊ നിങ്ങളെ ഹാപ്പി ആയിട്ട് ചേച്ചിക്ക് ചെന്നൈയിലൊക്കെ കൂടാം. ഭർത്താവായിട്ട് വഴക്കുണ്ടാക്കുമ്പോൾ വന്നേക്ക് ഒരു സ്ഥലം വേണ്ടേ? സ്ഥലം വേണ്ടേ? അതാണ്. അതുകൊണ്ടാണോ എന്ന് എനിക്ക് ഈയിടെ സംശയം തോന്നി തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ എനിക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു ചെന്നൈ. പിന്നെ അവിടെ സെറ്റിൽ ആയിട്ട് പിന്നെ ബാക്ക് ടു അഭിനയം, അത് ആങ്കറിങ്. ടെലിവിഷനിൽ അതുവരെ ചെയ്തിട്ടില്ല. മനസ്സിലായി. അങ്ങനെയാണ് തിരിച്ച് ടെലിവിഷനിൽ വന്നത്. പിന്നെ ഒരു 2-3 വർഷം കണ്ടിന്യൂസ് ആയിട്ട് ഷോ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ കൊറോണ വന്നല്ലോ. വന്നു. അപ്പോഴാണ് തമിഴ് ചാനലിലേക്ക് കയറിയത്. ശരി, അവിടെ സെറ്റിൽ ആയിട്ടുള്ളതുകൊണ്ട് അവർ അവിടെ നിന്ന് വിളിച്ചു. അതെ. അങ്ങനെയാണ് ആ സീരിയൽ ആദ്യമായിട്ട് ചെയ്യുന്നത്. ഇപ്പൊ സീരിയൽ ചെയ്തു ഒരു പ്രോഗ്രാം ഇപ്പൊ നടന്നുകൊണ്ടിരിക്കില്ലേ ആ അല്ല, സീരിയൽ? സീരിയലിൽ ഞാനൊരു പടത്തിന് ഡേറ്റ് വെച്ചപ്പോൾ അവരെന്നെ അപ്പൊ തന്നെ മാറിയിട്ടു. അപ്പൊ തന്നെ മാലയിട്ടു. ഞങ്ങള് തമ്മിലൊരു ബന്ധമുണ്ട് കേട്ടോ. ഞങ്ങള് ഈ ആൾക്കാർ കുളി എന്ന് പറഞ്ഞ അപ്പൊ ഞങ്ങളുടെ രണ്ടുപേരും മുഖമാണ് അവർക്ക് ഓർമ്മ വരുള്ളൂ. കുളിസീൻ നമ്പർ 1 വൈഗ, കുളിസീൻ നമ്പർ 2 ഞാൻ. അങ്ങനെയാണ് ഞങ്ങൾ തമ്മിലുള്ളൊരു ഫ്രണ്ട്ഷിപ്പ്. ഞങ്ങൾ 2 വ്യത്യസ്തമായ കുളിസീൻ അഭിനയിച്ച നായികമാരാണ്. ഒരേ ഡയറക്ടറുടെ പാർട്ട് 1 പാർട്ട് 2. അതെ, സത്യത്തിൽ പക്ഷെ ഒരു കാര്യമുണ്ട്, 2 ഹീറോസും ഡയറക്ടേഴ്സ് ആണ്. അതെ. ആൻഡ് എന്റെ നാട്ടിൽ വന്നാണ് വൈഗ അത് അഭിനയിച്ചത്. പക്ഷെ അന്നൊന്നും ഞാൻ അറിഞ്ഞില്ല. അല്ലെങ്കിൽ അവിടെ വന്ന് കാണായിരുന്നു, നേരിട്ട് കുളിസീൻ കാണായിരുന്നു. തന്റെ നാട് മാത്രല്ല, അത് എന്റെയും നാടാ. കറക്റ്റ്. ഈ ഭീമന്റെ വഴി സിനിമ ഞാനിപ്പോൾ അടുത്തിടെ കണ്ടപ്പോൾ, അതായത് ഭഗത്തിന്റെ ഒരു ക്യാരക്ടറിൽ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ക്യാരക്ടറായിരുന്നു അല്ലെ. നെഗറ്റീവ് റോൾസ് അങ്ങനെ ചെയ്തിട്ടില്ല. ആൻഡ് എന്താ പറയാ, മുഖം കണ്ടാലും നമുക്ക് ഒരു വില്ലൻ ആയിട്ട് കൊടുക്കാമെന്ന് അങ്ങനെ തോന്നാത്ത ഒരു മുഖമാണ്. പക്ഷെ അവരതിലേക്ക് കാസ്റ്റ് ചെയ്തു. വളരെ ഗംഭീരമായിട്ട് ആ ഒരു നെഗറ്റീവ് ക്യാരക്ടർ അവതരിപ്പിച്ചു. അപ്പൊ എങ്ങനെയായിരുന്നു അതിലേക്കുള്ള ചെമ്മഞ്ചേട്ടനാണ് എന്നെ വിളിച്ചത്. രസമുണ്ടായിരുന്നു. ഈ പറഞ്ഞ ആ ഒരു ടീമിന്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റാന്ന് പറഞ്ഞാൽ വലിയൊരു ഭാഗ്യമാണ്. അതെ. ആ സബ്ജക്ട് ഒരു വെറൈറ്റി സബ്ജക്റ്റ് ആയിരുന്നു. ഭയങ്കര ട്രിക്കി ആയിട്ടാണ്. ആളുകളുടെ ക്യാരക്ടേഴ്സിന്റെ പേരും നമുക്ക് ഭഗത് ചെയ്ത ക്യാരക്ടറിന്റെ പേര് ഊതാമ്പള്ളി കാസ്പർ. അതന്നെ. ചേട്ടൻ കാസ്പർ. ഞാൻ വൈകിക്ക് അങ്ങനെ ഏതെങ്കിലും ഒരു സിനിമ വന്നിട്ട് അതായത് ചെയ്യാൻ പറ്റാതെ ചില സിറ്റുവേഷൻസിൽ അത് ഒഴിവാക്കിയിട്ടുണ്ടോ? അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? അങ്ങനെ കുറെ സിനിമകളുണ്ട്, ഹിറ്റായ ഒരുപാട് സിനിമ. ക്രിസ്ത്യൻ ബ്രദേഴ്സിൽ ചെയ്യാറുന്നതാണ്. അത് ലക്ഷ്മി ഗോപാലസ്വാമി ചെയ്ത ക്യാരക്ടർ ഭയങ്കരമായിട്ട് മിസ്. എല്ലാത്തിനും ഞെട്ടുന്ന എന്തിനാ? ഇവര് തമ്മിൽ ചായ ഉണ്ടല്ലേ? വേണ്ട. എവിടെയോ ഈ ഭാഗത്ത്, കവളിന്റെ ഭാഗത്ത്. അങ്ങനെ കുറെ സിനിമകളുണ്ട്. പിന്നെ ദിലീപേട്ടന്റെ മൈ ബോസ്. മൈ ബോസിനകത്ത് മമതയ്ക്ക് ഒരു ഫ്രണ്ട് ഇല്ലേ? ഉണ്ട്. ഇച്ചിരി ഉള്ളൂ. പക്ഷെ എനിക്ക് മൈ ബോസ് ഭയങ്കര ഇഷ്ടമായി. എപ്പോഴും ടി വിയിൽ വരുമ്പോൾ ഞാൻ വിചാരിക്കും ഷോ കുറച്ചല്ല എന്നാലും ചെയ്യാറുണ്ട്. അങ്ങനെ കുറെ സിനിമകളുണ്ട് മിസ്സായത്. അത് മിസ്സായത് തന്റേതല്ലാത്ത കാരണങ്ങൾ കൊണ്ടാണോ അതെയോ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും? ഇനിയിപ്പോ ആരും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അല്ല, മൈ ബോസ് ഞാൻ പോകാതിരുന്നതാ. ബാക്കി പടങ്ങളൊക്കെ ആരൊക്കെയോ എന്തൊക്കെയോ ചെയ്തിട്ടില്ല, മാറി ഇല്ലാതായിപ്പോയി. ഈ നമ്മുടെ മലയാള സിനിമയിലെ 2 ഹണി റോസുകളുണ്ട്. അതിനെ കുറിച്ചിട്ട് ഭഗത്തിന് വല്ല ധാരണയുണ്ടോ? എനിക്കറിയാം, ഇവർ രണ്ടുപേരും. അപ്പൊ ഈ ഹണി റോസ് വന്നതുകൊണ്ടാണോ അത് മാറ്റിയത്? അതുകൊണ്ട് തന്നെ നമ്മൾ വേണ്ടാന്ന് വിചാരിച്ചിട്ട് വേണ്ടാന്നല്ല. ആദ്യം മനോരമയുടെ ഒരു കവർ പിക്ചർ വന്നു. അപ്പോ പേര് ഒന്ന് തന്നെയായിരുന്നു. ഫസ്റ്റ് സിനിമയിൽ ഇപ്പോഴും ഹണി റോസും തന്നെയാ, അലക്സാണ്ടർ ദ ഗ്രേറ്റ്. അപ്പൊ ഇത് വന്ന സമയത്ത് എന്നെ അവിടെ നിന്ന് വിളിച്ചു, മനോരമയിൽ വിളിച്ചിട്ട് പുള്ളിക്കാരുടെ വീട്ടിൽ നിന്ന് വിളിച്ചിട്ട് ഇത് പുള്ളിക്കാരി അല്ല, ഇത് 6 പേരാ കൊടുത്തിരിക്കുന്നത് ചോദിച്ചു. പിന്നെ അങ്ങോട്ട് കൺഫ്യൂഷൻ ആണ്. പിന്നെ പ്രൊഡക്ഷൻ കൺട്രോളർമാർ ഒരുപാട് പേര് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി വിളിക്കാറുണ്ട്, ഇപ്പോഴും വിളിക്കാറുണ്ട്. ചില ആൾക്കാർ അന്ന് സേവ് ചെയ്ത് അങ്ങനെയാണ് പേര് മാറ്റിയത്. അപ്പൊ വൈഗ റോസ് മാറ്റാൻ ആക്ച്വലി റോസ് ഇല്ല, അത് ഫേസ്ബുക്കിൽ 2 പേര് ലിങ്ക് കേട്ടില്ല എന്ന് പറഞ്ഞപ്പോ ഞാൻ ശരിക്കും ഭഗത് ആരുടെ ഫാനാണ്? ഡിപ്ലോമാറ്റിക് ആൻസർ എനിക്ക് താല്പര്യമില്ല. അല്ല, എനിക്ക് മുഖേന ഭയങ്കര ഇഷ്ടമാണ്. വേറെ ഒന്നുണ്ടല്ല, എനിക്ക് അദ്ദേഹത്തിന്റെ അടുത്താണ് എനിക്ക് അറിയുള്ളൂ, അദ്ദേഹത്തിന് എനിക്ക് പരിചയമുള്ളൂ എന്ന് പറഞ്ഞാൽ ഭയങ്കര പരിചയം എന്നല്ല. ഞാനൊരു മെസ്സേജ് അയച്ചാൽ എനിക്ക് റിപ്ലൈ അയക്കാം. ആ ഒരു അത് വലിയൊരു കാര്യമാണ്. പിന്നെ മറ്റേ അദ്ദേഹത്തിന്റെ അടുത്ത്, ലാൽ സാറിന്റെ അടുത്ത് എനിക്ക് അങ്ങനെ ഒരു തവണ 2 തവണ ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ ഒരുമിച്ച് ഫാമിലി ആയിട്ട് ഒരുമിച്ച് അദ്ദേഹത്തെ കാണാൻ പോയിരുന്നു. അല്ലാണ്ട് എനിക്ക് പരിചയമില്ല. അപ്പോൾ ഈ വൈഗയുടെ നമ്മൾ ആങ്കറിംഗ് വിശേഷം പറഞ്ഞല്ലോ, തമിഴിൽ ചെയ്ത കാര്യങ്ങൾ പറഞ്ഞു. സോ ഈ റെഡ് കാർപ്പറ്റ് എന്ന് പറയുന്ന പ്രോഗ്രാം തമിഴിലേക്ക് നമ്മൾ ചെയ്യാൻ പോവുകയാണെങ്കിൽ വൈഗയെ തന്നെ നമ്മൾ ചൂസ് ചെയ്യാനാണ് എല്ലാവരുടെയും ആഗ്രഹം. അപ്പോൾ ഇപ്പം അങ്ങനെ ഒരു അവസരം നമുക്ക് വരികയാണെങ്കിൽ ഈ ഷോ ഒന്ന് ആങ്കർ ചെയ്യുന്നത് തമിഴിൽ എങ്ങനെയായിരിക്കും? കാരണം തമിഴിൽ ഈ സ്വാഗതം പറയുന്നതൊക്കെ വെൽക്കം ടു എന്നൊന്നും പറയരുത്, തമിഴിൽ തന്നെ, ശുദ്ധമായ തമിഴിൽ തന്നെയാണ്. അങ്ങനത്തെ പണികൾക്കൊന്നും പോവില്ല. ஹாய், எல்லாருக்கும் வணக்கம். இன்னைக்கு நம்மளுக்கு கெஸ்ட்டாக வந்திருக்கவங்க பேர் பகத். அதே மாதிரி அவங்க கூட சுவாசியான்னு ஒருத்தங்க இருக்காங்க. இவங்க நிறைய மலையாளம் படம் பண்ணியிருக்காங்க. இன்னைக்கு இவங்களை பார்க்க போகிறோம். நம்ம நிறைய கேள்வி இருக்குது, கேட்கலாம்.
അടിപൊളിയായിട്ട് പറഞ്ഞു. അപ്പൊ എത്രയും പെട്ടെന്ന് ഈ റെഡ് കാർപ്പറ്റ് തമിഴിൽ വരട്ടെ. അപ്പൊ നമുക്ക് അങ്ങനെയാണെങ്കിൽ ശരി, ഭഗത്തിന്റെ ഒരു പാട്ട് നമുക്ക് കേൾക്കാം. സ്വന്തമായിട്ട് തലയടി എല്ലാത്തിനും ഞെട്ടുവാ. ഒരു നല്ല അസൽ പാട്ട്. തളിർവെറ്റിലയുണ്ടോ വരദക്ഷിണ വയ്ക്കാൻ, കറുകവയൽ കുരുവി കുറുകാലൻ കുരുവി, കതിരാടും വയലിൽ ചെറുകാവൽക്കാരി, വരദക്ഷിണ വയ്ക്കാൻ, തളിർവെറ്റിലയുണ്ടോ വരദക്ഷിണ വയ്ക്കാൻ. ഓ കറുകവയൽ കുരുവി ചെറുകാലൻ കുരുവി, കതിരാടും വയലിൽ ചെറുകാവൽക്കാരി. ഒരു കഥ വിനയുകയാ, ഒരു പിടി അവിലിൻ കഥ പോലിവളുടെ പരിണയ കഥ പറഞ്ഞു. മൂവാറ്റുപുഴക്കാര് പാടിയ ഒരു പാട്ടായിട്ട് അതെ, അങ്ങനെ ഞങ്ങളുടെ തന്നെ കാണാവുള്ളൂ. ഒത്തുചേരലിൽ ഞങ്ങൾ സൗഹൃദം പങ്കിടുന്നത് ചില പാട്ടുകൾ പാടിയിട്ടാണ്. അതിലൊരു പാട്ടാണ് കറുക വയൽ കുരുവി എന്ന് മാത്രം നിങ്ങൾ വിചാരിക്കുക. അത്ര വിചാരിക്കാവുള്ളൂ, അതിനുള്ളിൽ വിചാരിക്കുന്നത്. എത്ര നല്ല പാട്ടാണ് പാടിക്കൊളാക്കിയത് നമുക്കറിയാം. ഇനി നമുക്ക് ഈ ഒരു ആവേശത്തിൽ വൈകി നമ്മുടെ ഇത് കണ്ട് ഇങ്ങനെ ചിരിച്ചിരിക്കരുത്. അപ്പൊ വൈകിക്ക് ഒരു പണി പാളി സെഗ്മെന്റിലേക്ക് നമ്മൾ വൈകിയെ കൊണ്ടുപോവാണ്. കൂടെ ഭഗത്തും വരണം. അയ്യോ, അങ്ങനെ തന്നെ പോകത്തില്ല. എന്തായാലും ഒരു ഗെയിം സെക്ഷനിലേക്ക് നമുക്ക് ഇവരെ കൂട്ടിക്കൊണ്ട് പോകാം. റെഡി? സോ നമ്മുടെ ഗെയിമിലേക്ക് നമ്മൾ പോകണം. എൻ്റെ മുന്നിലിരിക്കുന്ന ഈ കളർ ബോൾസ് കണ്ടോ? ഈ കളർ ബോൾസ് വെച്ചിട്ട് നിങ്ങളൊരു ഗെയിം കളിക്കണം. അതായത് ഈ ഒരു ഗ്ലാസ് ഇപ്പോൾ എക്സാമ്പിൾ വൈക ഇത് ഹോൾഡ് ചെയ്യുന്നു, ഈ ഒരു ബോൾ പിടിക്കും, എന്നിട്ട് കുറച്ച് ഡിസ്റ്റൻസിൽ നിന്നിട്ട് ഈ ടേബിളിലേക്ക് ഈ ബോൾ ഇങ്ങനെ എറിഞ്ഞിട്ട് ഇത് ബൗൺസ് ചെയ്യുമ്പോൾ വൈക അത് ക്യാച്ച് ചെയ്യണം. മനസ്സിലായോ? അപ്പോൾ കറക്റ്റ് ഒരു ഉന്നം വെച്ചിട്ട് അത് എറിയാം. ബൗൺസ് ചെയ്ത് പോകുമ്പോൾ വൈക കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പൊസിഷൻ മാറി നമുക്ക് ക്യാച്ച് ചെയ്യാം, അത് സ്വാതന്ത്ര്യമുണ്ട്. പക്ഷെ ക്യാച്ച് ചെയ്യുന്ന ആളായിരിക്കും ജയിക്കുക. അങ്ങനെ രണ്ടുപേരും മാറി മാറി കളിക്കും. ആദ്യം ഇപ്പൊ ഭാഗത്ത് എറിയുന്നു, ആദ്യം ഭാഗത്ത് എറിയുന്നു, വൈക ക്യാച്ച് ചെയ്യും, പിന്നെ വൈക എറിയുന്നു, ഭാഗത്ത് ക്യാച്ച് ചെയ്യുന്നു. ഓക്കെ, സന്തോഷായി. ആൻഡ് ഇതിൽ ജയിക്കുന്ന ആൾക്ക് ഒരു സമ്മാനം, തോൽക്കുന്ന ആൾക്ക് ഒരു പണിഷ്മെന്റ് ഉണ്ട്. അതുകൊണ്ട് നല്ല ഇതൊന്നും നേരത്തെ പറഞ്ഞില്ല. മത്സരാർത്ഥികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മത്സരാർത്ഥികളായിട്ട് തന്നെ നിൽക്കണം, ചുമ്മാ ഉഴപ്പി കളിക്കരുത്. മനസ്സിലായോ? അപ്പൊ ആദ്യം റെഡി അല്ലേ? റെഡി, 1 2 3 മ്യൂസിക്. വെരി ഗുഡ്. പിന്നെ 1 കിലോമീറ്റർ അപ്പുറത്ത് കൂടെ പോണ ബോൾ ചാടി പിടിക്കാൻ ഞാൻ ഡിങ്കനാ. സൂപ്പർ. ഒന്ന് നോക്കി ആദ്യം എറിഞ്ഞ പോലെ തന്നെ നല്ല ലക്ഷ്യം വെച്ചിട്ട് എറിയും. വെരി ഗുഡ്, വെരി ഗുഡ്. അത് ഓക്കെ, അത് കറക്റ്റ് ബോൾസ് ആണ് വൈക കളക്ട് ചെയ്തിരിക്കുന്നത്. കുറച്ചുകൂടി ഉയരത്തിൽ എറിഞ്ഞു കൊടുക്കും. പറഞ്ഞത് 1 മിനിറ്റ് സമയമാണ്, 1 മിനിറ്റ് സമയമാണ് ഉള്ളത്. വൈക ക്യാച്ച് ചറപറയുള്ള ബോളുകളാണ്. ഭഗത്തിന്റെ ദേഷ്യം മുഴുവൻ വൈകി തീർത്തോണ്ടിരിക്കുകയാണ്. അടുത്ത ക്ലാസ് എടുക്ക. വെരി ഗുഡ്, സൂപ്പർ. വൈക നന്നായിട്ട് തന്നെ ബോൾസ് ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. എനിക്ക് വയ്യ. അമ്മേ, ഇത് 1 2 3 4 5 ബോളുകൾ സ്വന്തമാക്കിയിരിക്കുകയാണ് വൈക. വെരി ഗുഡ്, സൂപ്പർ. 1 മിനിറ്റ് കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുന്നേ തന്നെ 5 ബോൾസ് കിട്ടിയിരിക്കുകയാണ്. ഇനി അടുത്തത് താങ്കളുടെ ചാൻസ് ആണ്. ഈ സ്ഥാനത്ത് താങ്കളായിരിക്കും. അപ്പോ വൈക, നേരത്തെ നമുക്ക് ഓർമ്മയുണ്ടല്ലോ, നല്ല ശക്തമായിട്ടാണ് അദ്ദേഹം എറിഞ്ഞത്. തിരിച്ച് അതേപോലെ തന്നെ ചറപറ എന്ന് പോണം. റെഡി, 1 2 3 മ്യൂസിക്. ഒന്ന് കൊള്ളാലോ കളി. അടുത്ത പോലത്തെ സിമ്പിൾ. അയ്യോ, 4 ഇല്ല.
അത് പറ്റില്ല, അത് foul. At a time ഒരു ഗ്ലാസ്. ആ അതന്നെ സൂപ്പർ. ഇത് എത്ര രണ്ടുണ്ടെന്ന് അറിയില്ലല്ലോ. മച്ചാ പൊളി. അടുത്ത ഗ്ലാസ് എടുക്ക, അല്ലെങ്കിൽ തികയില്ല. ചെയ്യാൻ പാടില്ല. ഗ്ലാസ് പിടിക്കണം. വെരി ഗുഡ് വെരി ഗുഡ്. ഇല്ല ഗ്രീൻ ഇല്ല. നിറഞ്ഞു. വാ നോക്കാം. രണ്ടെണ്ണം താഴെ പോയി. എന്താ ചെയ്യാ? 1 2 3 4 5 6. ചീറ്റിംഗ് ഉണ്ട്. അപ്പൊ അത് ഇങ്ങനെയൊക്കെയാ. അത് ഞാൻ മാറ്റി. ആ ഗ്രീൻ ഞാൻ ഇങ്ങോട്ട് മാറ്റി. ഇല്ല, ആദ്യം തുടക്കത്തിൽ കുറച്ച് ഇങ്ങനെ ബാലൻസ് ചെയ്തു. പക്ഷെ ഇപ്പൊ ഈ കളക്ട് ചെയ്തിരിക്കുന്നൊക്കെ കറക്റ്റ് ആയിട്ടുള്ളതാണ്. മറ്റേതൊക്കെ ദൈവം തന്നെ താഴെ ഇട്ടു. ദൈവം തന്നെ ആ ഗ്ലാസ് താഴെ തള്ളിട്ടു. നശിപ്പിച്ചു. അതുകൊണ്ട് ഇപ്പൊ 6 എണ്ണേ ഉള്ളൂ. താങ്കൾക്ക് 5 എണ്ണായിരുന്നു. ഒരു വളരെ നിസ്സാരമായിട്ടുള്ള ഒരു പോയിന്റിലാണ് ഈ ഗെയിമിൽ ജയിച്ചിരിക്കുന്നത്. വേണ്ട, വളരെ നിസ്സാരമായിട്ടുള്ള ഒരു പോയിന്റിലല്ലേ, അത് നമ്മൾ ക്ഷമിച്ചിരിക്കുന്നു. അങ്ങനെ ഈ ഗെയിമിൽ ജയിച്ചിരിക്കുന്ന ആരാണ്? സൂപ്പർ. അപ്പൊ നമുക്ക് ഭഗത്തിന് വളരെ എന്റെ സ്വന്തം നാട്ടുകാരനായതുകൊണ്ടും നമുക്ക് വേണ്ടി നല്ല നല്ല ഗെയിമും പാട്ടൊക്കെ ഇത് പാടി തന്നതുകൊണ്ട് ഞാൻ സ്നേഹത്തോടെ ഒരു സ്വീറ്റ് ഉള്ളൊരു സമ്മാനം എടുത്തിട്ട് വരാം. ആൻഡ് വൈഗ, സോറി, ഒരു പണിഷ്മെന്റ് ഉണ്ട്. പക്ഷെ ഒരു പണിഷ്മെന്റും കൂടി ഉണ്ട്. റെഡി അല്ലേ? ഇനി നമുക്ക് വൈകിക്കുള്ള പണിഷ്മെന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ബിസ്ക്കറ്റ് കൊടുക്കും വൈകിക്ക്. ആ ബിസ്ക്കറ്റ് ഇവിടെ പ്ലേസ് ചെയ്യാം. എന്നിട്ട് ഇങ്ങനെ അതിങ്ങനെ എനിക്ക് വേറെ ഷോ കിട്ടിയിട്ടുണ്ടല്ലോ. ആണോ? ഇത് ഇന്റർനാഷണൽ അല്ലേ, ഇത് എക്സ്പീരിയൻസ് ആയല്ലോ, പിന്നെ കുഴപ്പമില്ല. ഓക്കെ, ബിസ്ക്കറ്റ് ഗെയിം റെഡി. സോ നമ്മുടെ ബിസ്ക്കറ്റ് വന്നിരിക്കുകയാണ്. നല്ല മധുരമുള്ള ബിസ്ക്കറ്റാണ്. ദാ വെച്ചോളൂ. നെറ്റിയിലോ കണ്ണിന്റെ എവിടെയോ, ഏത് ഇടതോ വലതോ എവിടെയെങ്കിലും വെച്ചോളൂ. എവിടെയെങ്കിലും അത് പറ്റില്ല. നെറ്റിയിൽ, കണ്ണിൽ, ഇടതോ വലതോ. ആ മ്യൂസിക്. വാ, നേരത്തെ കളിച്ചെന്ന് പറഞ്ഞിട്ടില്ലേ, അതിന്റെ ഒരു എക്സ്പീരിയൻസ് ആണ്. സൂപ്പർ. നീ ഇമോഷണൽ ആവരുത്. ശാന്തം, സമാധാനം, സ്വസ്തി. ഇല്ല, മേക്കപ്പ് ഒന്നും പറ്റിയിട്ടില്ല. കാരണം ഒരു ബിസ്ക്കറ്റ് ഇത്ര പെട്ടെന്ന് എടുക്കുന്നു ഞാൻ വിചാരിച്ചില്ല. അടുത്തത് ഈ സൈഡിൽ വെച്ച്, ഈ സൈഡിൽ. വായിക്കത്ത് ഇറങ്ങാതെ പിന്നെ വായിക്കത്ത് കേറില്ല. അല്ല, തൽക്കാലം ഇവിടെ ഹോൾഡ് ചെയ്താൽ മതി, കഴിക്കണ്ട. അത് ഇവിടേക്ക് വെച്ചോളൂ. അതന്നെ നാഗ നിർത്തമോ? മ്യൂസിക് മാറ്റാ.